ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. LDCക്കും LGSനും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏത്? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷമാണ് 1993. അടുത്തത്, റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? 1935. റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷമാണ് 1935. അടുത്തത്, വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്തത്, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശിലെ മീററ്റ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അടുത്തത്, ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? നെടുമ്പാശ്ശേരി വിമാനത്താവളം. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. അടുത്തത്, റൂർക്കേല ഉരുക്കശാലയ്ക്ക് സാങ്കേതിക സഹായം നൽകിയ രാജ്യമേത്? ജർമ്മനി. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാലയ്ക്ക് നിർമ്മാണത്തിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യമാണ് ജർമ്മനി. അടുത്തത്, ഹിരാക്കുഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. ഹിരാക്കുഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അടുത്തത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതാര്? മേധാ പാട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മേധാ പാട്കർ. അടുത്തത്, 1913 അമേരിക്കയിൽ ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചതാര്? ലാലാ ഹർദയാൽ. 1913 അമേരിക്കയിൽ ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ച വ്യക്തിയാണ് ലാലാ ഹർദയാൽ. അടുത്തത്, ബ്രിട്ടീഷ് ഭരണകാലത്തെ മനു എന്നറിയപ്പെടുന്ന നിയമവിദഗ്ധനാര്? മക്കാളെ. ബ്രിട്ടീഷ് ഭരണകാലത്തെ മനു എന്നറിയപ്പെടുന്ന നിയമവിദഗ്ധനാണ് മക്കാളെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അടുത്തത്, ആരുടെ ജന്മദിനമാണ് യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ ജന്മദിനമാണ് യുവജന ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. അടുത്തത്, ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? മഹാനദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. അടുത്തത്, ഭാരത സർക്കാർ നാഷണൽ സർവീസ് സ്കീം ആരംഭിച്ച വർഷം ഏത്? 1969. ഭാരത സർക്കാർ നാഷണൽ സർവീസ് സ്കീം ആരംഭിച്ച വർഷമാണ് 1969. അടുത്തത്, ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. അടുത്തത്, പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ വർഷം ഏത്? 1999. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ വർഷമാണ് 1999. അടുത്തത്, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ധീരദേശാഭിമാനി ആര്? VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ധീരദേശാഭിമാനിയാണ് VO ചിദംബരം പിള്ള. അടുത്തത്, സിനിമാ രംഗത്തു നിന്നും ആദ്യമായി ഭാരതരത്നം നേടിയ വ്യക്തി ആര്? MG രാമചന്ദ്രൻ. സിനിമാ രംഗത്തു നിന്നും ആദ്യമായി ഭാരതരത്നം നേടിയ വ്യക്തിയാണ് MGR അല്ലെങ്കിൽ MG രാമചന്ദ്രൻ. അടുത്തത്, അഭിനവ ഭാരതം എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചതാര്? VD സവാർക്കർ. അഭിനവ ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് VD സവാർക്കറാണ്. അടുത്തത്, ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? D ഉദയകുമാർ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് D ഉദയകുമാർ. അടുത്തത്, തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്തത്, അഭയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? മൊറാർജി ദേശായി. അഭയ്ഘട്ട് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അടുത്തത്, ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1919. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1919 അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ഏത്? പരമവീര ചക്രം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം. അടുത്തത്, രാജതരംഗിണി എന്ന കൃതി രചിച്ചതാര്? കൽഹണൻ. രാജതരംഗിണി എന്ന കൃതി രചിച്ച വ്യക്തിയാണ് കൽഹണൻ. അടുത്തത്, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്?
ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. അടുത്തത്, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രം ഏതാണ്? ഭാരതി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഭാരതിയാണ്. അടുത്തത്, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അടുത്തത്, ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. അടുത്തത്, മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് വിളിച്ചത് ആര്? സരോജിനി നായിഡു. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് വിളിച്ചത് സരോജിനി നായിഡു ആണ്. അടുത്തത്, നിസാമാരുടെയും മുത്തുകളുടെയും നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഹൈദരാബാദ്. നിസാമാരുടെയും മുത്തുകളുടെയും നഗരം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. അടുത്തത്, കോൺഗ്രസ് സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചതാര്? ദാദാഭായ് നവറോജി. കോൺഗ്രസ് സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അടുത്തത്, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സ്ട്രിങ്ങർ ലോറൻസ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ സ്ഥാപകനാണ് സ്ട്രിങ്ങർ ലോറൻസ്. അടുത്തത്, ഏത് സമരത്തിൻ്റെ ഭാഗമായുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റാണ് ലാലാ ലജ്പത് റായ് അന്തരിച്ചത്? സൈമൺ കമ്മീഷനെതിരായ സമരം. ഏത് സമരത്തിൻ്റെ ഭാഗമായുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റാണ് ലാലാ ലജ്പത് റായ് അന്തരിച്ചതെന്ന് ചോദിച്ചാൽ സൈമൺ കമ്മീഷനെതിരായ സമരത്തിലാണ്. അടുത്തത്, 1928 സർദാർ വല്ലഭായ് പട്ടേൽ നയിച്ച കർഷക സമരം നടന്നത് എവിടെ? ബർദോളി. 1928 സർദാർ വല്ലഭായ് പട്ടേൽ നയിച്ച കർഷക സമരം നടന്ന സ്ഥലമാണ് ബർദോളി. അടുത്തത്, ഗീതാരഹസ്യം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ബാലഗംഗാധര തിലകൻ. ഗീതാരഹസ്യം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ബാലഗംഗാധര തിലകൻ. അടുത്തത്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈസ്രോയി റിപ്പൺ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് അല്ലെങ്കിൽ വൈസ്രോയി റിപ്പൺ ആണ്. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ റോയൽ ഇന്ത്യൻ നേവി കലാപം നടത്തിയ വർഷം ഏത്? 1946. ബ്രിട്ടീഷുകാർക്കെതിരെ റോയൽ ഇന്ത്യൻ നേവി കലാപം നടത്തിയ വർഷമാണ് 1946. അടുത്തത്, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസെ മക്ഡൊണാൾഡ്. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസ് എന്നിവർ ചേർന്നെഴുതിയ പുസ്തകം ഏത്? സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്ന് എഴുതിയ പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അടുത്തത്, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന വർഷം ഏത്? 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന വർഷമാണ് 1991. അടുത്തത്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് ആര്? A.L. ഭാഷം. ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവാണ് A.L. ഭാഷം. അടുത്തത്, ഇൻഡോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വില്യം ജോൺസ്. ഇൻഡോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം ജോൺസ്. അടുത്തത്, പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യ മാതൃകയായിട്ടുള്ളത് ഏത് രാജ്യത്തെയാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചാൽ മുൻ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയാണ്. അടുത്തത്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു? ആൻസർ ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്തത്, 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LDCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ LGSയുമായി ബന്ധപ്പെട്ട് PSCയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.